കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തിരുവനന്തപുരത്തെ സദ്യ എക്സ്പ്ലോർ ചെയ്തു. ഇന്ന് നമ്മൾ കേരളത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റലായ തൃശ്ശൂരിന്റെ സദ്യയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. We are from Thrissur, so this is the sadhya that we grew up eating. അപ്പോൾ ബാ തൃശ്ശൂരത്തെ സദ്യ എന്താണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്ന് പറഞ്ഞത് മനസ്സ് സംബന്ധപ്പെട്ടാണ്. നമ്മൾ അത്രയും ചിട്ടയോടെയും നല്ല ശുദ്ധമായ മനസ്സോടെ കുക്ക് ചെയ്യും. അത് അല്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് നിൽക്കില്ല, അല്ലെങ്കിൽ വേറെ കൂടെ ചെയ്യിക്കാൻ പറയുള്ളൂ. നമ്മൾ അത്ര മൈൻഡ് ക്ലിയർ ആയാലും മാത്രമേ കുക്കിംഗ് എന്നാവുള്ളൂ. തൃശ്ശൂർ സദ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിച്ച്നെസ്സും അതിൻ്റെ കൺസിസ്റ്റൻസിയും അതിൻ്റെ കളറും ടേസ്റ്റ് അത് വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് അത്ര മനസ്സിനകത്ത് ഇതായിട്ടില്ല. നമ്മളിപ്പോൾ ഈ ട്രിവാൻഡ്രം സദ്യ തൃശ്ശൂർ സദ്യ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം സദ്യയിൽ നമുക്ക് കാണാം പരിപ്പൊഴിച്ച് കറി ഉണ്ടാവും. ഇവിടെ ലിമിറ്റഡ് ആണ് ഐറ്റംസ്, സോ ബാലൻസ്ഡ് ആയിരിക്കും. ഓവർ ഈറ്റ് ചെയ്തൊരു ഫീൽ ഉണ്ടാവില്ല തൃശ്ശൂർ സദ്യ നോക്കുമ്പോൾ. തിരുവനന്തപുരം സദ്യയായി കമ്പയർ ചെയ്യുമ്പോൾ തൃശ്ശൂർ സദ്യയിൽ കുറവ് വിഭവങ്ങളാണ് ഉള്ളത്. പക്ഷേ സൗത്ത് കേരളയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നാവുന്ന ഡിഫറൻസ് തൃശ്ശൂർ സദ്യയുടെ വിളമ്പുന്ന രീതിയാണ്. ഇവിടെ പരിപ്പ് കറിയും നെയ്യും ആദ്യം വിളമ്പുന്നില്ല. കൂട്ടുകറികൾ വിളമ്പിയതിനു ശേഷം സാമ്പാറാണ് ആദ്യം സെർവ് ചെയ്യുന്നത്. രസവും മോരും പിന്നെ വരുന്നു. എന്നിട്ട് അവസാനം പായസങ്ങൾ വിളമ്പുന്നു. സദ്യ എന്ന് പറഞ്ഞാൽ നാളികേരം, അതിൻ്റെ അരവ് അപ്പം അരച്ച് കറികളിൽ ചേർക്കുക. അതാണ് അതിൻ്റെ ക്വാളിറ്റി, ആ ടേസ്റ്റിൻ്റെ നന്നായിരിക്കും. കേരള സദ്യയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നാളികേരം. ഓൾമോസ്റ്റ് എല്ലാ വിഭവങ്ങളിലും നാളികേരം യൂസ് ചെയ്യുന്നുണ്ട്. ചിരകിയിട്ടും അരച്ചിട്ടും പാലായിട്ടും എണ്ണയായിട്ടും പല രീതിയിൽ നാളികേരം സദ്യയിൽ ഉപയോഗിക്കുന്നു. നാളികേരപ്പണി വലിയ പണിയാണ്. ഒരു നാളികേരം പൊളിച്ച് 2 കഷ്ണമായി അത് ചിരവണം, ചിരയാൻ മാത്രം അരയ്ക്കണം, എപ്പോൾ ചിരവണം, എപ്പോൾ അരയ്ക്കണം, എപ്പോൾ പൊട്ടിക്കണം എന്നൊക്കെ ഒരു കണക്കുണ്ട്. അത് തോന്നി അരച്ച് വയ്ക്കാൻ പറ്റില്ലേ. ദൈവത്തിൻ്റെ പഴം എന്ന് പറയാൻ നാളികേരത്തിന് പറയണം. അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് ഡേഞ്ചറസ് തന്നെ. അതെ, അത് കറികളാകുമ്പോൾ മാത്രമേ അരച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. അരച്ച് വയ്ക്കാൻ പറ്റില്ല, ചരി വയ്ക്കാനും പറ്റില്ല. അത് സദ്യക്കൊരു ചിട്ടയുണ്ട്, ഉണ്ടാക്കുന്ന ഒരു ചിട്ടയുണ്ട്. അത് സ്വാമിയുടെ ചിട്ടയാണ് തൃശ്ശൂർ മൊത്തം പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാം. ഇവിടുത്തെ പുളിയിഞ്ചി, കാളൻ, അച്ചാറൊക്കെ ഇപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയാലേ അതൊന്ന് സെറ്റിലാവുള്ളൂ. തിക്നെസ് ആയാലും കൺസിസ്റ്റൻസി ആയാലും പിന്നെ ടേസ്റ്റ് മിക്സിങ് ആയാലും ഇതൊക്കെ കറക്റ്റ് വേണമെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഒരു ഡിലേ അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാ കേരള സദ്യകളിലും ഒരു എസെൻഷ്യൽ വിഭവമാണ് പപ്പടം. ആൻഡ് കേരള പപ്പടം വളരെ യുണീക്കാണ് വെൻ കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യൻ പാപ്പഡ് ആൻഡ് തമിഴ് അപ്പളം. എണ്ണയിലിടുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് പൊള്ളയ്ക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഇവ. ഉഴുന്നുപരിപ്പും ഉപ്പും സോഡിയം ബൈകാർബണേറ്റും വെള്ളവും കൊണ്ട് ഉണ്ടാക്കുന്ന കേരള പപ്പടങ്ങൾക്ക് ഒരു ന്യൂട്രൽ ഫ്ലേവറാണ്. തൃശ്ശൂർ പപ്പടം പ്രത്യേകതയാണ്. വലിയ പപ്പടം തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. തൃശ്ശൂരിൻ്റെ ക്വാളിറ്റി അപ്പുറം വേറെ ഡിസ്ട്രിക്റ്റിൽ കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഗുരുവായൂർ പപ്പടം ഞാൻ അവൾക്ക് വേൾഡ് ഫേമസ് ആണ്. അത് തൃശ്ശൂർ പപ്പടം സൂപ്പറാണ്. 1960 അച്ഛൻ കാറ്ററിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. 74 ആകുമ്പോഴേക്കും അദ്ദേഹം 1-2 കൂടുതൽ സദ്യ ചെയ്തു തുടങ്ങി കഴിഞ്ഞു. അത് അംബിസാറിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അസാമിയുടെ 1 കൂടുതൽ സദ്യ ചെയ്യാനുള്ള ഒരു പാചക രീതി ശരിയാക്കി എടുക്കും, കൈവശം വരുത്തിയിരുന്നു. അതിന് ഗുണം ചെയ്ത ആൾക്ക്. അത് ഓൾ കേരള എവിടെ പോയും ഒരു ദിവസം 1 കൂടുതൽ സദ്യ ചെയ്യാൻ പറ്റുമായിരുന്നു. തിരുവനന്തപുരത്ത് പോവും, അന്ന് തന്നെ കാസർഗോഡ് പോവും, കണ്ണൂർ പോവും. അങ്ങനത്തെ ഒരു പാചക രീതി കൈവശം വരുന്നത് അതൊരു പ്രസിദ്ധിക്കാനുള്ള കാരണമായി. ഒബ്വിയസ്ലി പായസമാണ് എനിക്ക് തോന്നണത് സർപ്രൈസ് ആയി തോന്നണ ഒരു കാര്യം. കാരണം ഇവിടുത്തെ പായസം നല്ല ടൈം കൺസ്യൂം ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. സോ പാലട ആണെങ്കിലും 6 to 7 hours മിനിമം ഇവിടെ മെയിനായിട്ട് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യണ ഒരു ഐറ്റമാണ്. പിന്നെ ഈ പാലടയുടെ ഒറിജിൻ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. പാലടയുടെ ഒറിജിൻ അമ്പിസ്വാമിയാണ്.
സോ ഒബ്വിയസ്ലി തൃശ്ശൂർ സദ്യയിൽ പാലട അവർക്കൊരു അത്ഭുതം തന്നെയായിരിക്കും. പാലിൽ ആദ്യത്തെ അടയിരുന്നത് അച്ഛനായിരിക്കുമ്പോൾ വീഴും. എൻ്റെ എന്തെങ്കിലും ആ ഒരു 30-35 എനിക്ക് കുക്കിങ്ങിലുള്ളതാണ്. അന്നത്തെ പാലിന് ലഭ്യതയും എല്ലാം നോക്കുമ്പോൾ അച്ഛനായിരിക്കണം ഈ പാലയുടെ ആളെ ഈ പാലിൻ്റെ ആയിട്ട് കുറേ ബുദ്ധിമുട്ട്. ഈ അടയിൽ ഓൾറെഡി എണ്ണമെഴുക്കുണ്ട്. ഈ എണ്ണമെഴുക്ക് പാലിട്ട പാല് കേടുവരും. അല്ല അതൊന്നും അത്രയും ധൈര്യത്തോടെ ചെയ്യാൻ പറ്റിയ പാചകക്കാർക്ക് അതാണ് ശർക്കര പായസവും പഞ്ചാര പായസം ഉണ്ടാക്കണത്. ഈ എണ്ണമെഴുക്ക് പോയ സാധനം അടയിലുണ്ട്, വെളിച്ചെണ്ണ അടയണ കാരണേ അതിനെ റിമൂവ് ചെയ്തിട്ട് വേണം അടയെടുത്തിൽ ഇടണം. പാലിലേക്ക് വൈറ്റ് കളറാകുമ്പോൾ ഭംഗിയായിട്ടില്ല, പിങ്ക് കളർ ആക്കണം. അതെങ്ങനെ പിങ്ക് കളറാക്കാം? അതിന് ഈ ഓട്ടുള്ളി വേണം, അതിനായിട്ട് കുറുക്കിയ പഞ്ചസാരയിട്ട് കുറുക്കണം. അതൊക്കെ ഒരു ഇൻഡ്യൂഷനിൽ വന്ന് പഠിച്ച് ആക്കിയെടുത്ത ടേസ്റ്റ്. പാല് കുറുകുന്തോറും ടേസ്റ്റിന് മാറ്റം വരെ. ടിഷ്യൂക്കാർക്ക് വേറെ കാര്യം സദ്യ ഒരു അവർക്ക് ടിഷ്യൂക്കാർക്ക് ഒരു സദ്യ ഒരു സാധനം ചെറിയ മിസ്റ്റേക്ക് ഒന്നും അവർക്ക് അറിയാം. അതിൻ്റെ തേങ്ങയുടെ അരവായാലും ശരി, സാമ്പാറിന് ലൂസോ പായസം ലൂസൊക്കെ ഇവർക്കൊന്നും അറിയാം. അതുകൊണ്ട് ഒന്നും പറ്റില്ല. നന്നായിരിക്കണം, സദ്യ നന്നായിരിക്കണം. ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ്. രുചിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോൾ ട്രിവാൻഡ്രം അവിയൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തൃശ്ശൂർ അവിയൽ ഒരു മാച്ച് ആവില്ല. ഈവൻ പായസം നോക്കുമ്പോഴാണെങ്കിലും അവിടെ പാൽ പായസം ആയിരിക്കും കൂടുതൽ, പാലട കമ്പാരിറ്റീവ്ലി കുറവാകും. ഇവിടുത്തെ പാലട നല്ല ഡിഫറൻസ് ഉണ്ട്. ശർക്കര പായസം എടുക്കുമ്പോഴും നല്ല ഡിഫറൻസ് ഉണ്ട്. സോ രുചിയുടെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, ട്രിവാൻഡ്രം സദ്യ ആണെങ്കിലും തൃശ്ശൂർ സദ്യ ആണെങ്കിലും. പക്ഷെ നമ്മൾ ഇതിൽ ഏതാ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ലൈക്ക് ഒബ്വിയസ്ലി ട്രിവാൻഡ്രംകാർ പറയും അവരുടെ സദ്യയാണ് ബെസ്റ്റ്, നമ്മളും നമ്മുടെ സൈഡിൽ നിന്ന് വിട്ടുകൊടുക്കില്ല. സോ നമുക്കത് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഏത് സദ്യ നല്ലതെന്ന്. സോ പേഴ്സണലി ഞാൻ പറയും തൃശ്ശൂർ സദ്യയാണ് എനിക്ക് ബെസ്റ്റ് എന്ന്. ഞാൻ നടക്കുന്നു. സൂപ്പർ വേണ്ടായിരുന്നു സദ്യ. എനിക്കും മൈ ഫേവറേറ്റ് സോ ഫാർ. റീഎസ്റ്റാബ്ലിഷ്. അടിപൊളി. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അധികം ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം ഫുൾ ഒരു ബാലൻസ്ഡ് ആയിട്ട്. ആൻഡ് പാലട എനിക്ക് മെയിൻലി സാമ്പാറാണ് കൂടുതൽ ഇഷ്ടമായത്. സാമ്പാർ പ്ലസ് പൈനാപ്പിൾ കിച്ചടി, ആ കോമ്പിനേഷൻ ഇസ് റിയലി ഗുഡ്. കാരണം സാമ്പാറിൽ അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല, ഇറ്റ് സിമ്പിൾ. ഐ തിങ്ക് 3 വെജിറ്റബിൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ പച്ചടിയുടെ ഒപ്പം ഇങ്ങനെ കുഴച്ച് പപ്പടത്തിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വേറെ ലെവൽ പറയുമ്പോൾ ഐ കാൻറ്റ് ഈവൻ സ്ട്രെസ് ഹൗ ഗുഡ് ഇറ്റ് ഇസ്. കുടിക്കണം. സൂപ്പർ. പായസം കോമയോ പാലട ഷോർട്സ്. കണ്ണു നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. പായസം ടിഷ്യൂക്കാരുടെ പ്രത്യേകത തന്നെയാണ്. പ്രത്യേകിച്ച് പാലട, അമ്പിസാമിയുടെ പാലട എന്നൊക്കെ അറിയാം. ഈ പാലടയ്ക്ക് പിന്നിലും അമ്പിസാമിയുടെ കഥയുണ്ട്. ഈ പാലട ഇത്ര പ്രചാരത്തിൽ എത്തിച്ച അമ്പിസാമിയാണ്. അത് 80 കാലഘട്ടങ്ങളിൽ പാലില്ലാത്ത സമയത്ത് പാലടയായിട്ട് കൊണ്ടുവരെ രംഗത്തിറങ്ങണം. അതിന് മുമ്പ് പാലട പേര് തൃശ്ശൂർ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് 80-കളിലൊക്കെ ഒരു ഇംഗ്ലീഷിൽ ആൾക്കാർ ഇംഗ്ലീഷ് എന്ന് പറയാനെന്നറിയോ, പാലട ഈസ് ഫേമസ് ഇൻ തൃശ്ശൂർ, ഫേമസ് ഇൻ ബൈ അമ്പിസാമി എന്ന് പറയാ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് കോഴിക്കോടിലേക്കാണ്. സോ ഹൗ ഇസ് ദ സദ്യ ഇൻ ദ ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള ഡിഫറെൻറ്റ്? അടുത്ത എപ്പിസോഡിൽ കാണാം.